സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് ടികോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനമെടുത്തത് CPM-ലോ LDF-ലോ ചർച്ച ചെയ്യാതെയാണ്. നയപരമായ വിഷയങ്ങളിൽ മുന്നണിയുടെയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ CPM-ന്റെയും പൊളിറ്റിക്കൽ ക്ലിയറൻസ് നേടിക്കൊണ്ടാണ് ഇടത് സർക്കാർ തീരുമാനം എടുക്കാറുള്ളത്. എന്നാൽ സ്മാർട്ട് സിറ്റി കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളൊന്നും തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. ഇത് നയപരമായ ഒരു തീരുമാനമാണെന്നും അത് മുന്നണിയിൽ അറിയിച്ചിട്ടില്ല എന്നുമുള്ള പരാതി LDF-ലെ ഘടക കക്ഷികൾക്കും ഇപ്പോഴുണ്ട്. ടികോമിന് നഷ്ടപരിഹാരം നൽകി കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് ശേഷം വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ഇതിലും സ്മാർട്ട് സിറ്റി വിഷയം ചർച്ച ചെയ്തിരുന്നില്ല. മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി P. രാജീവ് എന്നിവർ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി നേതാക്കൾ പറയുന്നത്. സ്മാർട്ട് സിറ്റി കരാറിന്റെ കാര്യത്തിൽ ഭരണപരമായ നടപടി മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുമാണ് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ അനൌദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ നയപരമായ ഒട്ടേറെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് CPI-യുടെ നിലപാട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാവി ടികോമിനെ ഒഴിവാക്കുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനം, പദ്ധതി തുടങ്ങുന്നതിന് പുതിയ കമ്പനികളെ കണ്ടെത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നയപരമായി തീരുമാനിക്കേണ്ടതുണ്ടെന്ന് ഘടകകക്ഷി നേതാക്കളും എടുത്തു പറയുന്നുണ്ട്. പ്രത്യേക സാമ്പത്തിക മേഖലയാണ് സ്മാർട്ട് സിറ്റി. നിലവിൽ ലുലു, IT, ഇൻഫ്ര ബിൽഡിംഗിന്റെ ഇരട്ട ടവർ അടക്കം 6 കമ്പനികളുടെ സമുച്ചയമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. സെസ് എന്ന നിലയ്ക്കാണ് ഇവിടെ കമ്പനികൾ കെട്ടിടം അനുവദിച്ചിട്ടുമുള്ളത്. സെസ് പദവിയിലുള്ള മേഖലകളിൽ പദ്ധതിയുടെ ഘടനയിൽ അടക്കം മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. സെസ്സിൽ ഉൾപ്പെട്ട സ്ഥലം പാട്ടത്തിനല്ലാതെ കൈമാറ്റം ചെയ്യാൻ സർക്കാരിന് കഴിയുകയുമില്ല. ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് മുന്നണിയുടെ നയപരമായ തീരുമാനം കൂടി ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഘടകകക്ഷി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വിദേശത്തുമാണ്. അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം CPI നേതൃയോഗം ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും CPI നിലപാട് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ഇടതുമുന്നണിയിൽ CPM ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി CPM-ന്റെ നീക്കങ്ങൾക്കെതിരെ ഘടകകക്ഷികൾക്കുള്ളിൽ അതൃപ്തി പുകയുന്നുണ്ട് എന്നത് മറ്റൊരു വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഘടകകക്ഷികൾ ഓരോരുത്തരും CPM-നെതിരെ രംഗത്ത് വരുന്നുണ്ട്. CPM-ന്റെയും പിണറായി വിജയന്റെയും മാത്രം തീരുമാനമാണ് മുന്നണിയിൽ നടക്കുന്നത് എന്നുള്ള ആക്ഷേപമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെയും ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. CPM തങ്ങൾക്ക് അനുകൂലമായ വിധത്തിലാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കുന്നത് എന്ന ആക്ഷേപം CPI പോലും CPM-ന് എതിരെ ഉയർത്തിയിരുന്നു. UDF-ന്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം നിൽക്കുകയും 10,000-ൽ പരം പരാതികൾ CPM-ന് എതിരെ നിൽക്കുന്ന ഘട്ടത്തിലാണ് CPI-യുടെ പോലും രംഗപ്രവേശനം. CPI-യുടെ രംഗപ്രവേശനം മുന്നണിക്കുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചയാകുന്നുണ്ട്. CPM പ്രതിരോധത്തിലാകുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ഇടച്ചിലാണെങ്കിൽ പോലും അത് ഈ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന കാര്യം തീർച്ച തന്നെയാണ്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി തന്നെ രംഗത്തിറങ്ങുന്നുണ്ട്. ആ പ്രതിപക്ഷത്തിന് ഒപ്പം തന്നെ ഇടതുമുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ പോലും രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് CPM-ന് വലിയ തരത്തിലുള്ള കോട്ടം വരുത്താനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും, അതായത് 2021-ന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ CPM-നെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഇടിവ്, വോട്ട് ശതമാനത്തിലെ ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് വലിയ പതനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യവുമാണ്. മാത്രമല്ല, മുന്നണിക്കുള്ളിൽ തന്നെ CPM-ന്റെയും പിണറായി വിജയന്റെയും ധാർഷ്ട്യം എന്ന രീതിയിൽ വാക്കുകളെല്ലാം തന്നെ വരുന്ന സാഹചര്യമാണ്. CPM-ൽ പോലും പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ തരത്തിലുള്ള അതൃപ്തി നേതൃത്വത്തിനെതിരെ പുകയുന്നുമുണ്ട്. ഈ എല്ലാ സാഹചര്യങ്ങളും CPM-ന് ഇപ്പോൾ വളരെയധികം പ്രതികൂലത്തിൽ നിൽക്കുകയാണ്. ഇനി CPM-നെ സംബന്ധിച്ച് കൃത്യമായ നിലപാടിലേക്ക് നീങ്ങിയില്ലെങ്കിൽ, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിച്ചില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്കായിരിക്കും നയിക്കുന്നുണ്ടായിരിക്കുക.